സഭാതലത്തിൽ ഒരു സുവിശേഷകൻ്റെ പങ്കെന്താണ്? ഒരു സുവിശേഷകന് മൂപ്പൻ സ്ഥാനത്തിരിക്കാൻ സാധ്യതയുണ്ടോ? ഇതേതെങ്കിലും മാനസികമായി അമർത്തപ്പെട്ട വൈകാരിക ഭാവങ്ങളിൽ നിന്നല്ല ഞാനിത് പറയുന്നത്. 3.5 പതിറ്റാണ്ട് പിന്നിട്ട എൻ്റെ സുവിശേഷ പ്രവർത്തന ജീവിതത്തിൽ 2 സഭകൾ ഫോം ചെയ്യപ്പെട്ടതിൻ്റെ 2ൻ്റെയും മൂപ്പനും ഇടയനും സുവിശേഷകനും ഈ സമയം വരെ ഞാനിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പല സുവിശേഷകന്മാരും വളരെ ദീനരോധനത്തോടെ എൻ്റെ കോവർക്കേഴ്സൊക്കെ പറയാറുണ്ട്, ബ്രദറിനൊക്കെ ലഭിക്കുന്നത് പോലെയുള്ള ഭാഗ്യകരമായ ആ ഡിഗ്നിറ്റി സ്ഥാനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും ആരെയാലോ ഒക്കെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു യാന്ത്രിക ഉപകരണങ്ങളായി മാത്രം ഈ സുവിശേഷ സബരിയുടെ ജീവിത ബന്ധാവിൽ തകർന്നു പോകുകയാണ് എന്നുള്ള ദീനരോധനം കേൾക്കാറുണ്ട്. അതുകൊണ്ട് ബഹുമാന്യതരായ ബൈബിൾ പാഠകരായിട്ടുള്ള ഈ പ്രമുഖരോട് ആദരവോടെ ചോദിക്കട്ടെ, സഭാതലത്തിൽ ഒരു സുവിശേഷകന്റെ പങ്കെന്ത്? സഭാതലത്തിൽ ഒരു സുവിശേഷകന് മൂപ്പനായിരിക്കുവാൻ അല്ലെങ്കിൽ ഇടയൻ പാസ്റ്റർ എന്ന സ്ഥാനത്തിരിക്കുവാനുള്ള ആത്യന്തികമായ യോഗ്യതയുണ്ടോ എന്നുള്ളത് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ മാന്യമായ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ നേരിടുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് നേരിടുന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കാര്യം സാധാരണ പറയാറുണ്ട്, സുവിശേഷകൻ സഭയ്ക്ക് വെളിയിലാണ്, സഭയ്ക്കകത്ത് അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. ബൈബിളിൽ 3 സ്ഥലത്തു മാത്രമേ സുവിശേഷകൻ എന്നുള്ള പരാമർശം ഉണ്ടായിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തിയിലും ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നത്, അതുപോലെ എഫേസ് ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം സഭയ്ക്ക് കൊടുത്ത കൃപാവരങ്ങളിൽ ഒന്ന് സുവിശേഷകനാണ്. പിന്നീട് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് തിമോത്തിയോസിനെ ചില കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അപ്പോൾ ഈ 3 ഭാഗത്ത് നിന്നുകൊണ്ട് സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആ അർത്ഥത്തിൽ ഇന്നില്ല. എന്നാൽ 3-ാമത്തെ സ്ഥാനം സുവിശേഷകനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോസ്തലൻ്റെയും പ്രവാചകൻ്റെയും ശുശ്രൂഷ ഇന്ന് ചെയ്യുന്നത് സുവിശേഷകനാണ്. അദ്ദേഹത്തെ നിയമിക്കുന്നത് ദൈവം നേരിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നതും ദൈവം തന്നെയാണ്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഭരണപരമായ അല്ലെങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ സഭയിലുണ്ടാകുമ്പോൾ സുവിശേഷകനും നിലവിലുള്ള മൂപ്പന്മാരും തമ്മിലൊക്കെയുള്ള ചില എക്കച്ചക്കലുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ വരുവാൻ കാരണം. സുവിശേഷകൻ ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിച്ച് ഒരു സ്ഥലസഭ രൂപീകരിക്കപ്പെടുമ്പോൾ ആ സ്ഥലസഭയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ സുവിശേഷകനാണ്. എന്നാൽ സ്ഥലസഭയിൽ തുടർന്നും ആളുകൾ വരികയും സ്ഥലസഭയിലുള്ളവർ പരിജ്ഞാനത്തിൽ വളർന്നു വരികയും ചെയ്യുമ്പോൾ അവരെ സഭയ്ക്ക് ഒരു മൂപ്പനായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ശുശ്രൂഷയും സുവിശേഷകനാണ് ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഒരു മൂപ്പനെ അപ്പോയിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ എക്വിപ്പ് ചെയ്യുന്നത്, ദൈവമാണ് അദ്ദേഹത്തെ ആക്കി വെക്കുന്നത്. അപ്പോൾ തന്നെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കുവാൻ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ മാനുഷികമായ ഒരു കരവും അതിലുണ്ട്. ദൈവം പരിശുദ്ധാത്മാവ് ആക്കി വെക്കുന്നു, ദൈവം അതിനുള്ള കഴിവ് കൊടുക്കുന്നു. അപ്പോൾ തന്നെ മാനുഷികമായി ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യുക. നമ്മൾ ഈ അപ്പോയിൻമെൻ്റ് എന്നുള്ള ഓർഡിനേഷൻ, അപ്പോയിൻമെൻറ്റ്, ഈ വാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കൈററ്റോണ എന്ന് പറയുന്ന ചൂണ്ടിക്കാണിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മളുടേത് മറ്റ് ചിലർ ചെയ്യുന്നതിന് വിപരീതമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എക്സ്ട്രീമായി പോകുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് വേണം നമ്മൾ പോകുന്നത്. പിന്നെ ദൈവവചനപ്രകാരം സുവിശേഷകനോട് 2 തിമോത്തി 4-4-ാം അധ്യായത്തിൽ പറയുന്നു, നീ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. പിന്നീട് പറയുന്നു, നീ ഒരു സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. അപ്പം സുവിശേഷൻ വചനം പ്രസംഗിക്കണം, വചനം പഠിപ്പിക്കണം, കറക്ഷൻ, റീപ്രൂഫ്, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഭാഗം ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം.
ഞാൻ ദൈവത്തെയും ജീവികൾക്ക് മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക. അപ്പോൾ സുവിശേഷകൻ വചനം പ്രസംഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരത്തിൽ നടത്തുന്ന ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് പറയുകയാണ് വചനം പ്രസംഗിക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. ഡോക്ട്രിൻ. അപ്പോൾ ചിലരെ ശാസിക്കേണ്ടത് ആ ഡോക്ട്രൈനൽ ബേസിസിലാണ്. തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. അപ്പം ഇപ്പോൾ സുവിശേഷകൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായല്ലോ. അതൊരു വചനം പഠിപ്പിക്കുന്ന എൽഡറിൻ്റെയും കൂടെ ഡ്യൂട്ടിയാണ്. ഒരു സുവിശേഷകന് എൽഡറായിക്കൂടാ എന്ന് ഒരിക്കലും പറയുന്നില്ല. ആ കൃപാവരം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥലം സഭയിൽ ശുശ്രൂഷ ചെയ്യണം. പലപ്പോഴും സുവിശേഷകന്മാർക്ക് അത് സാധിക്കാത്തത് അവർ യാത്ര ചെയ്ത് അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സുവിശേഷീകരണം നിർവഹിക്കുമ്പോൾ സ്ഥലസഭയിലെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം, എൽഡർ ഈസ് ലിമിറ്റഡ് ടു വൺ ചർച്ച്, whereas evangelist is not limited to one church. ഒരു എൽഡർ എന്ന് പറഞ്ഞാൽ ഒരു സഭയിലെ ആ ശുശ്രൂഷ മാത്രമേ എൽഡറിനുള്ളൂ. എന്നാൽ സുവിശേഷകന് അങ്ങനല്ല. എന്നാൽ ഒരിക്കലും സംശയിക്കേണ്ട, ഒരു സുവിശേഷന് എൽഡർ ആയിക്കൂടാ എന്ന് എങ്ങും പറയുന്നില്ല. അത് അദ്ദേഹം ഏറ്റെടുക്കുന്ന ദൗത്യം അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ പൗലോസ് ഒരിടത്തും ഞാൻ മൂപ്പനെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പത്രോസ് റോമിലെ സഭയിലായിരിക്കുമ്പോൾ അദ്ദേഹം നിങ്ങളിലുള്ള മൂപ്പന്മാരിൽ ഒരുവനായ ഞാൻ, അദ്ദേഹത്തെ മറ്റു മൂപ്പന്മാരോട് ചേർത്ത് പറയുന്നുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. വേദിയിലിരിക്കുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനോ ചോദ്യം ചോദിക്കാനുള്ള എല്ലാ റൈറ്റുമുണ്ട്. ഇതൊരു വലിയ ഔദ്യോഗിക മീറ്റിംഗ് ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള മീറ്റിംഗാണ്. എന്നാൽ സമയം പരിമിതിയുണ്ട്. അപ്പോൾ ആർക്കും വന്ന് ചോദ്യം ചോദിക്കാം. ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എന്നുള്ള ഒരു വാക്കുകൂടെ പറയട്ടെ. അപ്പം തോമസ് ഈറക്കുഴ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു.